ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ, ഇനി മോന്റെ കാര്യങ്ങളൊക്കെ ജ്യോതി നോക്കിക്കോളാം. മോന് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. വേണ്ട, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്കിവിടുന്ന് പോണം. ഞാൻ പോവില്ല. വിട്. എന്നെ പറഞ്ഞു വിടല്ലേ. എന്നാ വിട്, വിട് നിത്യാമ്മേ. എന്നാ രഘു, ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ. ക്ഷമിക്കുന്ന എത്തിയേച്ചി, മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ലഞ്ഞിട്ടാ. അവനെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതിനപ്പുറം ഒരു കാഴ്ച എന്നെ കാണിക്കാനില്ലല്ലോ ദൈവം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഒരു അമ്മയിൽ നിന്ന് മകൻ വേർപെട്ടു പോകുന്ന കാഴ്ച. നിത്യയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പോലും ഞാൻ പേടിച്ചു. അവൾ ആ കുഞ്ഞിനെ നോക്കിയത് അങ്ങനെയല്ലേ? എത്ര കാലം കഴിച്ചിട്ടാ നമുക്ക് പോലും മനസ്സിലായത് ആദ്യം അവളുടെ കുഞ്ഞല്ലെന്ന്. അതുവരെ നീ ഞാനൊക്കെ അത് തന്നെയല്ലേ കരുതിയിരുന്നത്. അവകാശങ്ങളൊക്കെ പറയുന്നവർക്ക് എളുപ്പമാണ്. മോളുടെ കാര്യത്തിൽ വീണ ഇടയ്ക്കിടയ്ക്ക് ചിലത് വിളിച്ചു പറയാറില്ലേ, ഞാൻ പ്രസവിച്ച കുഞ്ഞാണ്, തനിക്ക് എന്താ അധികാരം എന്നൊക്കെ. അതുപോലെ തന്നെയാ ഈ കാര്യവും. എന്നാലും ആ ജ്യോതിയുടെ മാറ്റം പറയാതെ വയ്യ. ജ്യോതി ചില ക്രൂരമായ ചോദ്യങ്ങളാ നിത്യയോട് ചോദിച്ചത്. ഇതുവരെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് തൊട്ട് തലോടാത്ത ഒരുത്തി സ്വന്തം കുഞ്ഞിനെ നോക്കിയവരെയാ ഈ കുറ്റങ്ങളൊക്കെ പറയുന്നത്. കാര്യങ്ങളോട് അടുക്കുമ്പോ ഓരോരുത്തർക്കും സ്വന്തം ജീവിതം തന്നെയാവില്ലത്. ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കിട്ടിയ ജീവിതം എന്താ ചെറുതാ? സബ് കളക്ടറുടെ ഭാര്യ, അത്യാവശ്യം കൊള്ളാവുന്ന കുടുംബം. അത് നിലനിർത്താൻ അവള് ശ്രമിക്കും. പിന്നെ നിത്യയെ പോലെ ചുറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അവക്ക് പറ്റുമോ? എടാ, അതിന് വേറൊരു മനസ്സ് വേണം. അച്ഛാ, നിത്യാമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? വന്നു മോളെ. നിത്യാമ്മ വീട്ടിലുണ്ട്. എന്നാ അച്ഛൻ എന്റെ കൂടെ വാ, നമുക്ക് നിത്യാമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. അച്ഛൻ വരുന്നില്ല, നീ വേണമെങ്കിൽ പോയി കണ്ടോ. കല്യാണി, നിത്യാമ്മയുടെ അടുത്ത് ചെന്നാലേ ആദ്യയെ കുറിച്ചൊന്നും പറയരുത് കേട്ടോ. നിത്യാമ്മയ്ക്ക് അത് സങ്കടാവൂലേ? ആദ്യം അടുത്തില്ലാത്തപ്പോ നിത്യാമ്മയുടെ അടുത്തിരിക്കേണ്ടതും നിത്യാമ്മയെ നോക്കേണ്ടതൊക്കെ മോളാ കേട്ടോ. ശരി
അച്ഛ. പക്ഷെ എന്നെ കാണുമ്പോ നിത്യാമ്മ കരയില്ലേ? കരയും മോളെ. നിത്യാമ്മയ്ക്ക് കരയാതിരിക്കാനാവില്ലല്ലോ. അച്ഛൻ മോളെ സ്നേഹിക്കുന്ന അതേ ആഴത്തിൽ ആദ്യം നിത്യാമ്മ സ്നേഹിച്ചല്ലേ. ആദ്യം അവിടെ നിക്കത്തില്ല അച്ഛ. ആദ്യം നിത്യാമ്മയുടെ അടുത്തേക്ക് പോരും. നോക്കിക്കോ. മോളെ, അതെ, ആദ്യ ചിലപ്പോ മോളോട് സംസാരിക്കാൻ വേണ്ടി ഫോണിൽ വിളിച്ചെന്നിരിക്കും കേട്ടോ. ദേ, അപ്പോ അവനോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഇവിടെ നിത്യാമ്മ കരച്ചിലാണ്, വിഷമത്തിലാണെന്നൊന്നും കേട്ടാ. അപ്പൂപ്പൻ പറഞ്ഞത് കേട്ടല്ലോ, ശ്രദ്ധിക്കണം. അപ്പൊ ഇനി ആദ്യം എന്നും അവിടെ ആയിരിക്കോ? ആയിരിക്കും. അവൻ വേറെ സ്കൂളിൽ ചേരോ? അതൊക്കെ അവര് തീരുമാനിക്കട്ടെ. എന്നാ ഞാൻ നിത്യാമ്മയുടെ അടുത്തേക്ക് പോട്ടെ. അല്ലെങ്കിൽ നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. നിത്യാമ്മയുടെ സങ്കടമൊക്കെ മാറട്ടെ, എന്നിട്ട് നീ അങ്ങോട്ട് പോയാ മതി കേട്ടോ. ചെല്ലേ. ഒരു രീതി പറഞ്ഞ മോനെ തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി. ആ കുഞ്ഞിന്റെ അവസ്ഥ ഇനി എന്താവൂ? മോനെന്താ ഇവിടെ വന്നിരുന്നേ? ജ്യോതി ഭക്ഷണമായി തരട്ടെ? എനിക്ക് വേണ്ട. എനിക്ക് നിത്യാമ്മയുടെ അടുത്ത് പോണം. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, എനിക്ക് നിത്യാമ്മയെ കാണണം. മോനെ, ഇനി മോന്റെ കാര്യങ്ങളൊക്കെ ജ്യോതി നോക്കിക്കോളാം. മോന് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. വേണ്ട, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്കിവിടുന്ന് പോണം. ആദി, എന്താടോ പ്രശ്നം? താനിങ് എണീറ്റ് വന്നേ, എന്തായാലും നമുക്ക് പരിഹരിക്കാം. വേണ്ട. മധുര നൊമ്പരക്കാറ്റ്